കോൺഗ്രസിന്റെ തമ്മിത്തല്ല് നേതാക്കളുമായി സ്ഥിരം നടക്കുമ്പോൾ അതൊരു വാർത്തയല്ലാതായി മാറുന്നു. പക്ഷേ രാഷ്ട്രീയ കേരളത്തിൽ വെറൈറ്റി തമ്മിത്തല്ലുകൾക്ക് ഓരോ ദിവസവും വേദിയാവുകയാണ് കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പാർട്ടിയും. UDF-ൽ കോൺഗ്രസ് ഒരു വലിയ പ്രസ്ഥാനമായി നിലനിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ OJ ജനീഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാ, എന്താ ഇന്ന് രാഷ്ട്രീയ പകലിൽ പറഞ്ഞത്? റീത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞിട്ടാണെന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി സതീശന്റെ പ്രതികരണം. എല്ലാ മന്ത്രിമാരുടെയും വീട്ടിൽ റീത്ത് വെക്കാൻ പറയാൻ എനിക്ക് പ്രാന്തില്ല എന്ന് സോഷ്യൽ മീഡിയ പറയുന്ന, കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന നിലപാടില്ലായ്മ എനിക്കില്ല എന്ന് പറയുന്നു. പരസ്യമായ വിഴുപ്പലക്കൽ. ഓരോ പുതിയുഗ യാത്രാവേദിയും കഴിഞ്ഞു മാധ്യമങ്ങളെ കാണുമ്പോൾ സതീശന് ഭരണപക്ഷത്തെ ആക്രമിക്കാൻ കഴിയുന്നില്ല, ഭരണപക്ഷത്തിന്റെ പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടാൻ കഴിയുന്നില്ല. കാരണം ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തുമ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരെ കോൺഗ്രസിൽ ആരെങ്കിലും എന്തെങ്കിലും പറയും, മാധ്യമങ്ങൾ അത് ചോദിക്കും. അതിനെതിരെ പ്രതികരിക്കൽ മാത്രമായി സതീശന്റെ വാർത്താ സമ്മേളനം അവസാനിക്കും. അതുകൊണ്ടാണ് പുതിയുഗ യാത്ര അമ്പെ പരാജയപ്പെട്ട ഒരു വെറും കൂട്ടമായി മാറി എന്ന് ഇന്ന് കേരള രാഷ്ട്രീയം ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും. OJ ജനീഷ് കുമാർ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെയാണ് ഇന്ന് പരസ്യമായി ഒറ്റപ്പെടുത്തുന്ന പ്രതികരണവുമായി സതീശൻ വന്നത്. OJ ജനീഷ് കുമാറിനോട് ചോദിക്കുമ്പോ യൂത്ത് കോൺഗ്രസിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഇടപെടേണ്ട എന്ന് പോലും പറയാൻ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് സാധിച്ചതും എത്രമേൽ ശക്തമാണ് അവിടുത്തെ പടലപ്പിണക്കങ്ങൾ എന്നുള്ളതിന്റെ തെളിവാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോ 10 വർഷം പ്രതിപക്ഷത്തിരുന്ന ഒരു കോൺഗ്രസ് പ്രസ്ഥാനമാണ് ഇന്നും ഓരോ ദിവസവും പുതിയ തല്ലുകളായി വെറൈറ്റിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.